ഓരോ വർഷവും നേരത്തെ ജിൽസ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി വർഷങ്ങളായിട്ട് പൊങ്കാലയിടുന്ന ആളുകളുണ്ട്. രാവിലെ തന്നെ നമ്മളിവിടെ സംസാരിച്ചപ്പോൾ 10-17 വർഷമായി പൊങ്കാലയിടുന്ന ആളുകളൊക്കെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആദ്യമായി പൊങ്കാലയിടാൻ വരുന്ന ആളുകളും ഒക്കെ തന്നെയുമുണ്ട്. അപ്പം അങ്ങനെ ഓരോ വർഷവും വരുന്നവർക്ക് അടുത്ത വർഷം വരണമെന്നുള്ള ആഗ്രഹമാണ്. ഓരോ തവണയും ഓരോ ആഗ്രഹങ്ങൾ പറഞ്ഞ് പൊങ്കാലയിടുന്ന ആളുകളുണ്ട്. നേരത്തെ ഒരു ചേച്ചിയോട് സംസാരിച്ചപ്പോൾ ഷിജോ സംസാരിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു മകൾക്ക് ജോലി കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ ഓരോ ആഗ്രഹവുമായി വരുന്ന ആളുകളാണ്. ചില ആളുകൾക്ക് ആഗ്രഹം സാധിച്ച ശേഷം വീണ്ടും ഒരു ഉപകാര സ്മരണ എന്നോണം പൊങ്കാലയിടാൻ വരുന്ന ആളുകളുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്രതീക്ഷകളാണ്, ഓരോ സമർപ്പണമാണ്. അങ്ങനെ ഓരോ മനുഷ്യർക്കും ഓരോ പൊങ്കാല കലങ്ങൾക്ക് പിന്നിലും ഓരോ പ്രതീക്ഷയുടെ കൂടി കഥകൾ പറയാനുണ്ടാകും. ജസ്റ്റ് അങ്ങനെ ഇവിടെ വന്നിരിക്കുന്ന ഭക്തരെല്ലാവരും തന്നെ ഇനി പൊങ്കാലയുടെ സമയമാകാൻ പോവുകയാണ്. അതിനു മുമ്പ് ഒരു നോക്ക് ഈ ദേവിയെ കാണാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണുള്ളത്. നമുക്ക് ഇവിടെ ചില ആളുകളൊക്കെ തന്നെയും ഒരുപാട് നേരമായിട്ട് ഇവർ ക്യൂ നിൽക്കായിരിക്കും. എന്നാൽ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ചേച്ചി എവിടുന്നാ വരുന്നേ? മൂവാറ്റുപുഴ. എത്ര നേരമായിട്ട് ക്യൂ നിൽക്കുവാ? എന്താ എത്ര നേരമായിട്ട് ക്യൂ നിൽക്കുവാ? നേരമായോ? ആദ്യമായിട്ടാണോ വരുന്നത് പൊങ്കാലയുടെ? അല്ല, നേരത്തെ വന്നിട്ടുണ്ട്. 5-6 വർഷമായിട്ട് പറഞ്ഞ. 5-6 വർഷമായിട്ട് വരുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ? എങ്ങനെയുണ്ട്? ഇത്തവണ തിരക്കൊക്കെ കൂടുതലാണോ? തൃപ്തികര. കുറെ നേരമായിട്ട് ക്യൂ. ഇത് ഒരു ചെറിയ ആളുണ്ട് ഇവിടെ. അമ്മയുടെ കൂടെ പൊങ്കാലയിടാൻ വന്നതാണോ? പേരെന്താ? ആത്മജ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ തിരക്കൊക്കെ? എങ്ങനെയുണ്ട്? ഭയങ്കര തിരക്കാണോ? നിന്ന് കാലൊക്കെ വേദനിക്കാൻ തുടങ്ങിയോ? വേദനിക്കാൻ തുടങ്ങിയോ? പൊങ്കാല ഇടാൻ അമ്മയെ സഹായിക്കാൻ വന്നതാണോ? പൊങ്കാല ഇടാൻ വന്നതാണോ? അത് ആത്മജ് പൊങ്കാല ഇടാൻ വന്നതാണ്, അമ്മയെ സഹായിക്കാൻ വന്നതല്ല. പൊങ്കാല ഇടാൻ വന്നതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ പലയിടങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ് ജെസ്സി. ഇവരൊക്കെ തന്നെ നേരത്തെ ഷിജോ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരും തന്നെ കേരളത്തിലുള്ള ആളുകളല്ല, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് മാത്രമുള്ള ആളുകളല്ല. ലോകത്തിന്റെ തന്നെ പല ഭാഗത്തു നിന്നും വരുന്ന ആളുകളുണ്ട്. ഇപ്പോൾ കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് വരുന്ന ആളുകളുണ്ട്, കേരളത്തിന് പുറത്തു നിന്ന് വരുന്ന ആളുകളുണ്ട്, അങ്ങനെ ഇന്ത്യയുടെ തന്നെ പല ഭാഗത്തു നിന്ന് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിലുള്ള ഓരോ വിശ്വാസം, ഒരു പ്രതീക്ഷ, ഒരു ആഗ്രഹ സഫലീകരണം, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് വരുന്ന ആളുകളാണ്. ജസ്റ്റ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം, ആളുകൾ അവസാനം കുറച്ച് സമയം മാത്രമേ ഇനിയിപ്പോൾ ബാക്കിയുള്ളൂ. കാരണം അതിന് മുമ്പ് ഒന്ന് ദേവിയെ കാണുവാനായിട്ട് എല്ലാവരും ഓടി ഇങ്ങനെ വരികയാണ്. എല്ലായിടത്തും നാമജപം ഇങ്ങനെ മുഴങ്ങി കേൾക്കാൻ നമുക്ക് ഇനി കുറച്ച് സമയം കൂടി കഴിയുമ്പോഴേക്കും നമുക്ക് തൊട്ട് ഇപ്പുറത്തായിട്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുവാൻ സാധിക്കില്ല. കുറച്ചപ്പുറത്തായിട്ട് ഈ പണ്ടാര അടുപ്പ് ഒരുക്കിയിട്ടുണ്ട്. പണ്ടാര അടുപ്പിലേക്ക് തീ പകരും. അതോടുകൂടിയാണ് ഈ പൊങ്കാല മഹോത്സവത്തിന്, ഈ വർഷത്തെ 2025 പൊങ്കാല മഹോത്സവത്തിന് തുടക്കമാകുക. വളരെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക് അപ്പോൾ കാര്യങ്ങൾ പോകും. ആ ഒരു സമയം എത്തുമ്പോഴേക്കും ഈ ഒരു പരിസരത്തെ തിരക്കൊക്കെ വലിയ രീതിയിൽ അങ്ങ് കുറയും. കാരണം എല്ലാ അമ്മമാരും അവരവരുടെ അടുപ്പിന്റെ അടുത്തേക്ക് പോകും. എല്ലാവരും പല ഈ നിവേദ്യമാണ് തയ്യാറാക്കുക. ചിലര് പായസം, പൊങ്കാല പായസമായിരിക്കും തയ്യാറാക്കുക. ചിലര് മണ്ടപ്പുറ്റ് തയ്യാറാക്കുന്ന ആളുകളുണ്ട്, ചിലര് തെരളിയപ്പം തയ്യാറാക്കുന്ന ആളുകളുണ്ട്. രാവിലെ നമ്മൾ ഗോപാൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തപ്പോൾ അതൊക്കെ പറയുന്നുണ്ടായിരുന്നു. പല ആളുകളും പല സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും അവരവരുടെ അടുത്തേക്ക് പോകാനുള്ള ഒരു തിരക്കാണ്. അതിനു മുമ്പ് ദേവി ഒരു നോക്ക് കാണാനുള്ള ഒരു ഭക്തജന തിരക്കാണ് ജൽസി ഇവിടെ നിന്നും കാണുവാനുള്ളത്. എന്തായാലും നാടും നഗരവും ഒക്കെ ഈ പൊങ്കാലയ്ക്കായിട്ട് ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ജൽസി ആദ്യം ചോദിച്ചതുപോലെ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാണ്. പോലീസായാലും ഫയർഫോഴ്സ് ആയാലും ആരോഗ്യവകുപ്പ് ആയാലും ഒക്കെ തന്നെയും ഇതിനു വേണ്ടി സജ്ജമാണ്. വലിയ ചൂടാണ്. ഇപ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത്. പക്ഷെ എന്നാലും ഈ